പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും കേസെടുത്തില്ലേ, അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റീൽസ് ചെയ്തിരുന്നു. അതിൽ ധാരാളം കമൻറ്റുകളും സംശയങ്ങളും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കമൻറ്റ് ഇതാണ്: പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്താൽ അതിൻ്റെ റെസിപ്റ്റ് പോലും കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാണ് കേസെടുക്കുന്നതെന്നുള്ളതാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പോലീസുകാർ നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് റെസിപ്റ്റ് തരുള്ളൂ എന്നാണ്. ഗ്രാവിറ്റി കളക്കാൻ ഇനി സർ ഐസക് ന്യൂട്ടനെയൊക്കെ പിടിച്ചിരുത്തണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഗ്രാവിറ്റി അളന്ന് തരും. ഗ്രാവിറ്റിയുടെ ആളാണല്ലോ. അതൊക്കെ പിന്നെ സർക്കാരിന് ഭയങ്കര ചിലവാണ്. നമ്മളായിട്ട് ഇനിയിപ്പോൾ ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്ന സർക്കാരിന് കൂടുതൽ ചിലവ് വരുത്തേണ്ട. അതുകൊണ്ട് റെസിപ്റ്റ് കിട്ടുന്നതിന് പകരമുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് റെസിപ്റ്റ് ആവശ്യപ്പെടുക. ആ തന്നില്ലെങ്കിൽ മുടയൊന്നും കാണിക്കാൻ നിൽക്കേണ്ട, ഒരു കാര്യമില്ല, അമരാനപ്പുറം മുട കാണിക്കും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കണം. അത് നോക്കി DTP എടുത്തോ അല്ലാതെയോ നല്ല കൈശരത്തിൽ വ്യക്തമായി ഒരു പരാതി തയ്യാറാക്കി രജിസ്റ്റേർഡ് പോസ്റ്റിൽ അക്നോളജ്മെൻറ്റ് കാർഡ് അറ്റാച്ച് ചെയ്ത് അയയ്ക്കുക. അക്നോളജ്മെൻറ്റ് കാർഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതെന്നൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞു തരും. ഇതൊരു പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ടും സർക്കാർ സ്ഥാപനമായതുകൊണ്ടും ഒരിക്കലും അവിടുത്തെ ഉദ്യോഗസ്ഥന് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്നോളജ്മെൻറ്റ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ച് നമുക്ക് അക്നോളജ്മെൻറ്റ് കാർഡ് വരും. നേരത്തെ നമ്മൾ കരുതിയിരുന്ന പരാതിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഈ അക്നോളജ്മെൻറ്റ് കാർഡും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിയതിന് തുല്യം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.